السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. Dear friends, നമ്മൾ തജ്വീദ് നിയമത്തിൽ അടുത്തതായി പഠിക്കാൻ പോകുന്നത് തജ്വീദിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള റൂളാണ്. അത് ശരിക്ക് നമ്മൾ നേരത്തെ പഠിച്ചത് അഹ്കാമുൻ നൂൻ സാക്കിന അല്ലേ. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഷദ്ദിൻ്റെ നിയമങ്ങളുണ്ടല്ലോ. ഷദ്ദിൽ സ്പെസിഫിക്കലി പറയുമ്പോൾ നൂനും മീമും ഷദ്ദ് വരുമ്പോഴുള്ള നിയമം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, നൂനും മീമും ശരിക്കും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു മണിക്കൽ എന്ന സൗണ്ട് എവിടുന്നാണ് വരുന്നത്? ഖൈശൂം അല്ലേ. അപ്പോൾ അതിൽ മീമിന് നേരത്തെ നൂൻ സാക്കിന് തെൻമീന് നിയമം പഠിച്ചു. ഇനി മീമ് സുക്കൂനോട് കൂടി വരുമ്പോൾ ചില നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതും നമുക്ക് മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളാണ്. അപ്പോൾ അഹ്കാമുൽ മീം സാക്കിൻ അല്ലേ, മീം സാക്കിനയുടെ നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കവിത കണക്ട് ചെയ്ത് പഠിക്കാം. തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന തജ്വീദ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു കവിതയാണത്. പക്ഷേ അതിൻ്റെ വരികൾ പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയമങ്ങൾ കറക്റ്റ് ഓർത്തു വെക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കഴിയുന്നവർ ജസ്റ്റ് അത് ബൈ ഹാർട്ടാക്കാം. ആ കവി പറയുന്നത് ഇങ്ങനെയാണ്: വൽ മീമു ഇൻ തസ്കുൻ തജി ഖബ്ലൽ ഹിജാ ലാ അലിഫിൻ ലയ്യിനതിൽ ലിദിൽ ഹിജാ. മീമു സുക്കൂനോടെ വരികയാണെങ്കിൽ വൽ മീമു ഇൻ തസ്കുൻ തജി ഖബ്ലൽ ഹിജ, ഹുറൂഫുൽ ഹിജായിയായ അറബി അക്ഷരങ്ങൾക്ക് മുമ്പ്, അറബിയിലെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി 28 അക്ഷരങ്ങൾ, അതിന് മുമ്പ് യഥാർത്ഥത്തിൽ മീമു സുക്കൂനോട് വരിക എന്ന് വിചാരിക്കുക. ലാ അലിഫിൽ ലയ്യിനതിൽ ലിദിൽ ഹിജാ. ഇതിൽ നമ്മൾ എന്ത് പെടുത്തിയിട്ടില്ല? അലിഫ്, സുക്കൂനോടുള്ള അലിഫ് പെടുത്തിയിട്ടില്ല. അലിഫിൻ്റെ കൂടെ വേറെന്താ വരാത്തത്? അലിഫ് വരൂല, വാവ് വരൂല, യാ വരൂല. അത് സുക്കൂനോട് കൂടിയുള്ള അല്ലേ, ശരിക്കും അലിഫും വാവും യാവും അതെങ്ങനെ വരിക? സുക്കൂനോട് വരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തായിരിക്കണം? അലിഫ് വരുന്നെങ്കിൽ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹായിരിക്കണം, വാവ് വരുന്നെങ്കിൽ മുമ്പുള്ള അക്ഷരത്തിന് ലമ്മായിരിക്കണം, യാ വരുവാണെങ്കിൽ മുമ്പുള്ള അക്ഷരത്തിന് എന്തായിരിക്കണം? കെസറായിരിക്കണം അല്ലേ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യൂല, ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സുക്കൂനുള്ള അക്ഷരം വരൂല. അപ്പോൾ കവിതയിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞാണ്, മീം സാക്കിനക്ക് ശേഷം ബാക്കി അറബിയിലെ 28 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ 3 നിയമങ്ങളാണ്. ആ കവിതയിൽ ഇങ്ങനെ പറയുന്നത്: അഹ്കാമുഹാ തലാസതുൻ ലിമൻ ളബത് യഖ്ഫാഉൻ ഇദ്ഗാമുൻ വഇദ്ഹാറു ഫഖത്. അത് 3 നിയമങ്ങളുള്ളത്. ഒന്ന് ഇഖ്ഫാ ആണ്, രണ്ടാമത്തേത് ഇദ്ഗാമാണ്, മൂന്നാമത്തേത് ഇൽഹാറാണ്. നമ്മൾ അഹ്കാം നൂൻ സാക്കിന വത്തൻമീനിൽ പഠിച്ചത് 4 നിയമങ്ങളാണ് പ്രധാനമായിട്ട്, മേജറായിട്ട് 4 നിയമങ്ങൾ. ഇദ്ഗാമിന് 2 സബ്ബായിട്ട് വരുന്ന സംഗതികളുണ്ട്, നിയമങ്ങളുണ്ട് അല്ലേ. അവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ്. പക്ഷേ മീം സാക്കിനക്ക് ശേഷം 3 നിയമങ്ങളേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണല്ലോ, ഇഖ്ഫാവും ഇദ്ഗാമും ഇൽഹാറും. ഓക്കെ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇത് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഇതിൽ ഇഖ്ഫാവിന് ശേഷം ഒരക്ഷരം വരും ബ. ഇദ്ഗാമിന് ശേഷം, ഇദ്ഗാം വരുമ്പോൾ എന്താ സംഭവിക്കുക? മീം സാക്കിനക്ക് ശേഷം കേട്ടോ, ബാവ് വരുമ്പോൾ ഇഖ്ഫാവ്, മീം സാക്കിനക്ക് ശേഷം മീമ് വന്നാൽ, അതേ അക്ഷരം വന്നാൽ ഇദ്ഗാം. ബാക്കി എല്ലാ അക്ഷരങ്ങളും 26 ലെറ്റേഴ്സ്, ടോട്ടൽ 28 ആകുമ്പോൾ 26 ലെറ്റേഴ്സ് വന്നാലും മീം സാക്കിനക്ക് ശേഷം വന്നാൽ ഇൽഹാർ ഒറ്റ നിയമമാണ്. അപ്പോൾ ശരിക്കും ഇദ്ഗാം ഇഖ്ഫാ മനസ്സിലാക്കിയാൽ, ഓരോരോ അക്ഷരങ്ങൾ മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് അഹ്കാമുൽ മീം സാക്കിന, മീം സാക്കിനയുടെ നിയമമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് റൂളാണ് അൽ ഇഖ്ഫാ. ഇഖ്ഫാ ആണ് ആദ്യത്തെ റൂള്. അപ്പോൾ ആദ്യത്തെ നിയമം അൽ ഇഖ്ഫാ അല്ലേ, ഇഖ്ഫാ. അപ്പോൾ അതിൽ ആ കവിതയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഫൽ അവ്വലുൽ ഇഖ്ഫാഉ ഇൻദൽ ബാഇ വസമ്മിഹി ശഫ്വി എന്നാ പറയുന്നത്. ആദ്യത്തെ നിയമം എന്താ? ഫൽ അവ്വൽ ഇഖ്ഫാ, ഇഖ്ഫാ ആണ്. മീം സാക്കിനയുടെ ആദ്യത്തെ നിയമം ഇഖ്ഫാവാണ്. വസമ്മിഹി ശഫ്വി എന്ന് പറയുന്നത് ഷഫത്ത്. അപ്പോൾ നമ്മൾ നൂൻ സാക്കിനയിലൊരു ഇഖ്ഫാ പഠിച്ചു,
മീം സാക്കിനിലും പഠിച്ചു. അത് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ ഷഫവി എന്ന് പറയാം. ഷഫവി എന്ന് പറയാൻ കാരണം ഷഫത്ത് ചുണ്ടാണല്ലോ. ഇപ്പം മീം പഠിച്ചു അല്ലെങ്കിൽ ബ ബ ബ രണ്ടും എവിടുന്ന് വരുന്നത് ചുണ്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അർത്ഥത്തിൽ ഷഫവി എന്ന്. അപ്പോൾ ഇഖ്ഫാവ് ഷഫവി എന്ന് പറഞ്ഞാൽ അത് മീം സാക്കിനയുടെ നിയമമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു പറയാണ്, وما هم بسكارى وما هم بسكارى അല്ലേ? എങ്ങനെ പറയുന്നത്? وما هم بسكارى മീം സാക്കിന് ശേഷം ബാ വന്നു. അപ്പോൾ എങ്ങനെ ഓതുക അത്? അവിടെ വമാ ഹും ബിസുക്കാറ എന്ന് പറയുമ്പോൾ ഫസ്റ്റിലത്തെ മീം 2 മീം സങ്കല്പിക്കട്ടോ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, 2 മീമുണ്ട്. ദർ ആർ 2 മീംസ്. 2 സുക്കൂനാണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 സുക്കൂനാണെന്ന് വിചാരിക്കാം. വേണമെങ്കിൽ എങ്ങനെ എഴുതി നോക്കുക, 2 സുക്കൂന് ഉള്ള 2 മീം എഴുതുക, 2 സുക്കൂന് കൊടുക്കുക, എന്നിട്ട് 2 ഇങ്ങനെ മണിക്കുക. എന്നിട്ട് നേരെ എവിടത്തേക്ക് പോവാം? ബയിലേക്ക് പോവാം. അവിടെ ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പാടില്ല, ഒന്ന് ഹൈഡ് ചെയ്തിട്ട്. അപ്പം എങ്ങനെ ഓതാ? ആ ഹൂ കഴിഞ്ഞ് നമ്മൾ നേരെ ബയിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് മണിക്കുകയും ചെയ്യാം. അങ്ങനെ പറയരുത്. ഈസി അല്ലേ? ഇനി അടുത്തത് വഹും ബിൽ ആഖിറ അഹും എന്ന് പറയും. അഹും ബിൽ ആഖിറ. ആ ഹൂ കഴിഞ്ഞിട്ടുള്ള മീം 2 ജസ്റ്റ് കൊടുത്തു നോക്കുക, ഇമാജിൻ ചെയ്യുക, 2 സുക്കൂന് കൊടുത്തു നോക്കുക, എന്നിട്ട് ബായിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വഹും ബിൽ ആഖിറ അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സൂറ നമുക്ക് ഓതി വെക്കാം, സൂറത്തുൽ ഫീൽ. അതിലെവിടെയുള്ളത് നിങ്ങളൊന്ന് ശരിക്കും ആലോചിക്കണേ, നമ്മൾ ഓതി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിലെവിടെയുള്ളതെന്ന് ആലോചിച്ച് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول അല്ലേ? ഇതിലെവിടെ വന്നത്? ഒന്ന് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ അല്ലേ? അപ്പോൾ തർമീഹിം ബിഹിജാറ, തർമീഹിം ബിഹിജാറ അല്ല, തർമീഹിം ബിഹിജാറ. സൂറത്തുൽ ഇൻസാനിൽ പറയുന്നുണ്ട്, വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ അല്ലേ? സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കത് ഫീൽ ചെയ്യണം. വജസാഹും ബിമാ സബറു വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ അല്ലേ? ഇതാണ് അഹ്കാമുൽ മീം സാക്കിനയിലെ ആദ്യത്തെ നിയമം. വെരി സിമ്പിളാണ്. അഹ്കാമുൽ മീം സാക്കിന, മീം സാക്കിന് ശേഷം അറബി ഭാഷയിൽ അലിഫ് വാവ് യാ അല്ലാത്ത മറ്റക്ഷരങ്ങൾ വന്നാൽ, അലിഫ് വാവ് യാന് സുക്കൂൻ വരുമ്പോൾ അവസ്ഥയാണ് പറഞ്ഞത്. ആ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ 3 നിയമങ്ങൾ: ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് ഇഖ്ഫ ആണ്. മീം സാക്കിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് മറച്ചുകൊണ്ട്, അതാണ് ഇഖ്ഫ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പരസ്പരം കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓതും. അതിന് നമ്മളെന്താ പറഞ്ഞത്? മീമും അല്ലേ, മ ബ രണ്ടും ചുണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇഖ്ഫാഉ ഷഫ്ഇ നമ്മൾ പറയും. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.